ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം ഇന്ന് ഞാൻ എൻ്റെ ഒരു ബാക്ക് പാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാശി ബേബീൻ്റെ ടൈമിൽ ഞാൻ കാശിക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് കുഞ്ഞുടുപ്പാണ്. ഞാൻ ഒരു ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ ഉണ്ട്, അതെല്ലാം ഞാൻ എടുത്ത് ബാഗിൽ വെച്ചിട്ടുണ്ട്. കാര്യം ഒന്നും കളയാനായിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞിട്ട്. സോ ആ ഉടുപ്പുകളെല്ലാം എടുത്തിട്ട് വന്നതാണ്. കാര്യം ഇതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മന്ത്സ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല എല്ലാ ഉടുപ്പും. കാര്യം ജബ്ലാസും നാപ്പീസ് കാര്യങ്ങളൊക്കെയാണല്ലോ. 3 മന്ത്സ് ആകുമ്പോഴത്തേന് കുഞ്ഞ് വളരും, അത് അവരുടെ ബോഡിയിൽ അത് കയറാനാകുമ്പോഴത്തേന് ഞാൻ വേറെ ചേഞ്ച് ചെയ്തിട്ട് വേറെ ഡ്രസ്സ് മേടിക്കുകയാണ് ചെയ്തത്. സോ ഇപ്പം നമുക്ക് അതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കുഞ്ഞു ബേബിക്കുള്ള സാധനങ്ങളൊക്കെ ഒരുവിധം വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് നല്ല ഉടുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ യൂസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് കാശി ബേബിക്ക് വേണ്ടിയിട്ട് വാങ്ങി വെച്ചിരുന്ന് അങ്ങനെ എവിടെയും പോകുമ്പോൾ എടുക്കാത്തതോ ഒരു വട്ടം ഇട്ടതോ ഒക്കെ ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. വെറുതെ കളയേണ്ട കാര്യമില്ലല്ലോ. അന്നൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. 3 മാസം കഴിയുമ്പോഴത്തേന് ഇതെല്ലാം എടുത്ത് മാറ്റും. പുതിയ ഉടുപ്പുകൾ അയ്യോ ഇനി ഇടാൻ പറ്റൂലല്ലോ, ചെറുതായി പോയല്ലോ, ഒരു വട്ടമല്ലേ ഇട്ടോളൂ എന്നൊക്കെ ഓർത്ത് ഭയങ്കര വിഷമമായിരുന്നു. വിഷമം പരിഹരിക്കാം. ഇതിനകത്തുള്ളതെല്ലാം എല്ലാം വാഷ് ചെയ്യണം കേട്ടോ. അതേ ഫസ്റ്റ് ഡേ ഇതാണ്. ഇത് ഗോഗു വന്നപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ഡെലിവറിക്ക് മുന്നേ. കണ്ട ഈ സാധനം ഇട്ടിട്ട് പോലും ഇല്ല. കണ്ട കയ്യിലാ ക്ലിപ്പ് നമ്മൾ മേടിക്കുമ്പോൾ ഉള്ള സാധനം ഉണ്ടല്ലോ, അതുവരെ അതിനകത്തുണ്ട്. എല്ലാം പുതിയത് കണക്ക് അതേപോലെ ഇരിപ്പുണ്ട്. ഉണ്ടോ? അയ്യേ കണ്ട ഇതുപോലെ കുറേ ഉണ്ട് കേട്ടോ. അപ്പം നമുക്കിന്ന് കാശി ഡ്രസ്സ് ഇട്ടിട്ടില്ല, അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത് മറച്ചത്. അല്ലെ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. പിന്നെ ഇത് നമ്മുടെ ക്ലോത്ത് ടൈപ്പർ ഉണ്ടല്ലോ, ഇത് ഞാൻ കാശിക്ക് യൂസ് ചെയ്തിട്ടേ ഇല്ല. അയ്യോ ഇതാ വന്നു പൊന്നാ, മമ്മിക്ക് കോപ്പിറൈറ്റാ. ഇതെല്ലാം കാശി ബേബീൻ്റെ ഉടുപ്പുകളല്ലേ. അയ്യോ 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 പൊന്നേ പൊമ്മോളമ്മേ ഒന്ന് ഞാൻ വരുമോ? വീഴും, എനിക്കൊരു വാക്കില്ല. വേറെ ഒന്ന് പിടിച്ചെടുക്കോ? ഇത് ക്യാപ്പുള്ള ടൈപ്പ് ഒരു ജംപ് സ്യൂട്ടാണ്. നല്ലതായിരുന്നു കേട്ടോ കാശിക്ക് ഇട്ടപ്പോൾ. കാശിക്ക് ഞാൻ ഒരു വട്ടം അങ്ങനെ ഇട്ടിട്ടുള്ളൂ, അതേപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്ന് വാഷ് ചെയ്യണം, അത്രേ വേണ്ടുള്ളൂ. പിന്നെന്താ പറയുക, അന്ന് എനിക്ക് ഭയങ്കര പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അയ്യോ ഇതിന് ഇടാൻ പറ്റൂലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കിപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഇരുന്ന് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. കമൻറ്റ് വരാൻ സാധ്യതയില്ല, ചേച്ചി ഡ്രസ്സ് ശരിയല്ല, ഡ്രസ്സ് കൊള്ളൂല്ല, ചേരില്ല എന്നൊക്കെ. പക്ഷെ ഇതൊക്കെ എനിക്ക് കംഫർട്ടാണ്. ആ ഇതോ പൊമ്മളമ്മേ ഇത്തിരി തണ്ണിമത്ത മുറിച്ചു കൊടുക്കോ? അതിൽ ഷമാമ എടുത്തോണ്ട് വന്നിട്ട് അത് കൊടുക്കും. അമ്മമ്മ ഇത്തിരി തണ്ണിമത്ത മുറിച്ചു കൊടുക്കോ? ഇതല്ല ഫ്രിഡ്ജിലുണ്ട്, അത് കൊടുക്ക. ഫ്രൂട്ട്സ് എല്ലാം ഭയങ്കര ഇഷ്ടം. എനിക്ക് കോപ്പിറൈറ്റ് തരാൻ വന്നിരിക്കുക പോടാ. പിന്നെ ഇതാണ്ട് മറ്റേ കെട്ടുടുപ്പുണ്ടല്ലോ, ഇതെല്ലാം ഒന്ന് വാഷ് ചെയ്ത് തേച്ചെടുക്കണം, അപ്പം നീറ്റാവും. ഞാൻ ഓർഡർ ചെയ്തേക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നു 23-ാം തീയതി വരും. വന്നിട്ട് ഞാൻ പുതിയ പ്രൊഡക്ട്സ് എല്ലാം വന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെല്ലാം നമുക്ക് വാഷ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നീറ്റാക്കി എടുക്കുന്ന വീഡിയോ ആണ് ഇന്നത്തത്. ഇത് മറ്റേ ക്ലോത്ത് നാപ്പീസ്, ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ കാശിൻ്റെ സമയത്ത്. നിങ്ങൾ ആരെങ്കിലും പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കാശിയുടെ സമയത്ത്. ഇപ്പോഴും അത് തന്നെ സെയിം. കാശിയുടെ സമയത്ത് ഞാൻ വാങ്ങിയിട്ടുള്ള ഐറ്റംസൊക്കെ പോയി മറ്റേ ഓർഡർ ലിസ്റ്റ് നോക്കിയിട്ട് അതിനകത്തു നിന്നാണ് ഇപ്പോൾ ഒരുവിധം എല്ലാം ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഉടുപ്പ് ഇതിൻ്റെ അകത്ത് ഉണ്ടാവും എന്ന് എനിക്ക് കൺഫേം ആയിരുന്നു. ഇത് 3 ഞാൻ വാങ്ങിയിട്ടുണ്ടാകും. അതിൻ്റെ താഴെ ഇത് മാത്രമേ, ഈ ഒരു കളർ മാത്രമേ ഞാൻ കാശിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ ഇതൊക്കെ വേണമെങ്കിൽ ആർക്കെങ്കിലും വേറെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. കൂടുതൽ യൂസ് ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇവൻ്റെ സാധനങ്ങളെല്ലാം ഭയങ്കര പ്രീഷ്യസ് ആയിട്ട് നോക്കുന്നതായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് കോപ്പിറൈറ്റ് ചെയ്യാൻ പോക്കാണ് കേട്ടോ. പോടാ പോയി.
ഇതും ക്ലോത്ത് നാപ്പിയാണ്. പിന്നെന്താ, ഇത് കാശിൻ്റെ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതെനിക്കൊരു പേജ് നയിച്ചു തന്നാണ് ഇതിന്. നമ്മുടെ ഏകാക്ഷ് ഗോകുൽ എന്നൊക്കെ, കാശി ബീബിൻ്റെ പേര് ഏകാക്ഷ് എന്നാണ്, പലർക്കും അറിയില്ല കേട്ടോ. ഏകാക്ഷ് ഗോകുൽ വെറൈറ്റി പേരല്ലേ. മഹാദേവൻ്റെ പേരാണ്. എന്താ ത്രിക്കണ്ണ് എന്ന് മീനിങ് വരുന്ന ടൈപ്പിലുള്ള പേരാണ് കേട്ടോ. ചെറുക്കൻ ഇച്ചിരി പോഷൻ കിട്ടിയാൽ മതി, എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുമതാ. അമ്മാമ്മ ആ കാശി അങ്ങ് പുറത്ത് നിർത്തിക്കോ. അയ്യോ വരൂല്ലെങ്കിൽ ഇങ്ങോട്ട്. ആ അപ്പോൾ അതെ, ഇതും ജബ്ലാസാണ്. ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇതും ജബ്ലാസാണ്. അതെ, ഈ സാധനവും ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചത്. ഇത് 3 എണ്ണം കോംബോ ആയിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ക്ലോത്ത് നാപ്പ്. ഇത് നമ്മുടെ കോട്ടൺ, നല്ല പ്യുവർ കോട്ടൺ ആണ്. അധികം യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ചിലതിൻ്റെ അകത്തേക്കെന്ന് വെച്ചാൽ കളർ പിടിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കളറുള്ള ഉടുപ്പിൻ്റെ കൂട്ടത്തിട്ട് വാഷ് ചെയ്തപ്പോൾ കളർ പിടിച്ചിട്ടുണ്ടായതേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ജെൻസി ഊട്ടി ക്യാപ്പുള്ള ടൈപ്പ്. ഇത് കാണാൻ നല്ല ഭംഗി. കാശി കിട്ടപ്പോൾ ഒക്കെ നല്ല സൂപ്പറായിരുന്നു. അതുകൊണ്ടിട്ടാണ് എനിക്ക് കൂടുതൽ വിഷമം, അയ്യോ ഇതൊന്നും ഇനി ഇടാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ ഹോസ്പിറ്റൽ ബാഗ് എനിക്ക് 2 ദിവസം മുന്നേ നല്ല വയറ്റിന് വേദന ഉണ്ട്, അടിവയറ്റിൽ വേദന ഉണ്ടായിരുന്നു. ഗ്യാസ് എന്തോ ആയിരുന്നു. സോ ആ ടൈമിൽ ഞാൻ എന്ത് ചെയ്തെന്നറിയാമോ, ഇതുവരെ വാങ്ങിയിട്ടുള്ള ഡ്രസ്സുകളും കൊളാബ് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ജബ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് കുഞ്ഞു ബേബീൻ്റെ ഒരു ബോക്സ് ആക്കി പെട്ടിക്കകത്താക്കി ഞാൻ വെച്ചു. അതുകൊണ്ടിട്ട് ഹോസ്പിറ്റൽ ബാഗ് എപ്പം വേണമെങ്കിലും നമുക്ക് പോസ്റ്റ് ചെയ്യാം. ഞാൻ ഓർഡർ കൊടുത്തിട്ടുള്ള സാധനങ്ങളൂടെ വന്നതിന് ശേഷം ഞാനത് ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. കാര്യം കാശിയുടെ എനിക്കിത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം കാശിയുടെ സമയത്ത് ഞാൻ ബാഗ് പാക്ക് ചെയ്യാനായിട്ടൊക്കെ സെറ്റായി റെഡി ആയിട്ടൊക്കെ ഇരിക്കുന്ന ടൈമിലാണ് പിറ്റേന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതിൻ്റെ തലേ ദിവസം എനിക്ക് പെയിൻ വന്ന് പോവുമായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് മിക്കവാറും ഈ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് കിട്ടും. ദിവൻ കടന്നു ഓടുന്നു. എല്ലാം കട്ട് ചെയ്ത് എനിക്ക് എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഇതൊരു ജംസ്യൂട്ട് ടൈപ്പാണ്. ഇത് കണ്ടോ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് 3 എണ്ണം കോംബോ ആയിട്ടായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹോസ്പിറ്റൽ പാക്കിങ് എനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഞാൻ വന്നിട്ടുണ്ട്. കാര്യം ഞാൻ ചെയ്തിട്ടില്ല, ഹോസ്പിറ്റൽ പാക്കിങ് ഞാൻ ചെയ്തിട്ടില്ല. കാശിയുടെ സമയത്ത് ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല. ഇഷ്ടംപോലെ ജംസ്യൂട്ടുകളുണ്ട്. കാശിക്ക് ഇഷ്ടംപോലെ ഡ്രസ്സുകളുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഒന്നും ഞാൻ കളയൂല. ഇത് മറ്റേ മസ്ലിൻ മെറ്റീരിയൽ വരുന്ന ജബ്ല ആണ് കേട്ടോ. ഇത് ബട്ടൺ ജബ്ല, അങ്ങനെ നോട്ട് വരുന്നുണ്ട്. എല്ലാം ഉണ്ട്. എല്ലാം ഇനി ഒന്ന് വാഷ് ചെയ്ത് തേച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതും ഉപയോഗിക്കാമല്ലോ. നമുക്ക് എപ്പോഴും ഉപയോഗിക്കാം, പുതിയത് തന്നെ എപ്പോഴും ഉപയോഗിക്കണമെന്നില്ലല്ലോ. ഒരു കുഞ്ഞാവുമ്പോൾ അവർക്ക് ഇഷ്ടംപോലെ മാറ്റി യൂസ് ചെയ്യാം. ഇതെനിക്ക് കളഞ്ഞു എന്നുള്ള വിഷമവും ഉണ്ടാവില്ല, യൂസ് ചെയ്തു എന്നും ആവുമല്ലോ. വേഗണ്ടോ, അയ്യോ എനിക്ക് വയ്യ. എല്ലാം ഓരോ വെട്ടമൊക്കെ ഇട്ടിട്ട് വെച്ചേക്കാം. ഇതിനകത്തൊക്കെ കളർ പിടിച്ചിട്ടുണ്ട്. നല്ലത് മാത്രം, കളർ പിടിക്കാത്ത അത്യാവശ്യം നല്ലത് മാത്രം എല്ലാം വാഷ് ചെയ്ത് വെക്കാം. എന്നിട്ട് കളർ പിടിക്കാത്ത നല്ലത് മാത്രം എടുത്തിട്ട്. പൊമ്മളമ്മേ, ഞാൻ വീഡിയോ എടുക്കുക. മാമ പുറത്തോട്ടൊന്ന് പോവാ, ബഹളം വയ്ക്ക്. വീഡിയോക്കകത്ത് വരുമെന്ന് അമ്മമ്മ പറയുന്നത്. പിന്നെ താണ്ടേതാ ഇത് മറ്റേ സ്ലീവ്ലെസ് ആയിട്ടുള്ളത് ഉണ്ടല്ലോ, അത്. പിന്നെ ഇതൊരു ബേബി ഗേളിൻ്റെ ആണ്. ഇത് ബോയ് ആണോ ഗേളാണോ എന്ന് അറിയത്തില്ലായിരുന്നല്ലോ. സോ അന്ന് മേടിച്ചതാണ്. ഇത് പക്ഷേ ഇട്ടിട്ടില്ല കേട്ടോ, അതേ കണക്ക് തന്നെ വെച്ചിരുന്നതാണ്. ഇതും അതുപോലെ തന്നെ. ഓ ഇളക്കിയല്ലേ, നല്ലതാ. പിന്നെ ഇത് കാശിൻ്റെ ഇത് കാശിക്ക് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഇത് വെച്ചിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ ഇതാ ഇഷ്ടംപോലെ നാപ്പീസ് ഇതുണ്ടോ. ഇതൊക്കെ തോനെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല, ഇത്തിരി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതൊന്നും ഹോസ്പിറ്റൽ ബാഗ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തല്ല കേട്ടോ. ഞാൻ പിന്നെ കുഞ്ഞ് വീട്ടിലൊക്കെ ആകുമ്പോഴത്തേനൊക്കെ യൂസ് ചെയ്യാൻ പറ്റില്ല, മാറി ഇടുമ്പം അഥവാ വാഷ് ചെയ്യാനായിട്ട് എനിക്ക് 2 ആളെ വെച്ചിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ഹാൻഡ്ലിംഗ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ എന്നാലും കുഴപ്പമില്ല.
അതെ, എല്ലാം പുതിയത് കണക്കിരിക്കുന്നതെന്നല്ല ഞാൻ പറയുന്നത്. ഒരു എല്ലാം ഉണ്ട്, എല്ലാം അത്യാവശ്യം നീറ്റാണ്. ഇത് വാഷ് ചെയ്ത് തേച്ചെടുത്താൽ മതിയല്ലോ. ഒന്നുമില്ല കേട്ടോ, കളയാത്ത ഒന്നുമില്ല. എല്ലാം ഇതൊരു ക്ലോത്ത് നാപ്പിയാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കാശിക്ക് നാപ്പീസ് ഒന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതേ കണ്ട, കൂടുതലും മറ്റേ കെട്ടുടുപ്പും ഈ ജെംസ് സ്യൂട്ട് ടൈപ്പൊക്കെയാണ്. എനിക്ക് ഇങ്ങനത്തെ ആയിരുന്നു കാശിക്ക് ഇട്ട് കൊടുക്കാൻ കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ കുഞ്ഞു ബേബിക്ക് വാങ്ങിയിട്ടുള്ളതും ഏകദേശം എല്ലാം ഈ ടൈപ്പ് തന്നെയാണ്. ചെറുതിലെ പിന്നെ എല്ലാം ഏകദേശം എല്ലാം വൈറ്റ് കളേഴ്സാണ് കേട്ടോ. എല്ലാം ലൈറ്റ് കളേഴ്സും വൈറ്റ് കളേഴ്സും ഒക്കെയാണ്. കാര്യം നമ്മൾ ആ ചെറിയ ആ ഒരു ടൈമിലൊക്കെ കൂടുതലും ഈ വൈറ്റ് കളേഴ്സിലുള്ള ഡ്രസ്സുകൾ തന്നെ ആയിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത്. കളറുള്ളത് ഒരു 3 മാസം കഴിയുന്നവരെ കളറുള്ളത് ഇടാത്ത തന്നെയാണ് നല്ലത്. പിന്നെ കുറേ മിറ്റൻസും ബൂട്ടീസും ഒക്കെ കാണണം. അതൊക്കെ അവിടെ ഉണ്ട്. ചെറുക്ക് അതൊക്കെ അവിടെ ഉണ്ട്. അത് നോക്കിയെടുക്കണം. ഇത് പോയി എന്നരച്ച് കളറൊക്കെ പിടിച്ച് പോയി. ഇതും അത് തന്നെ, എല്ലാം ജംപ് സ്യൂട്ട് ടൈപ്പാണ്. പിന്നെ കൂടുതലും മറ്റേ ഇത് തന്നെയായിരുന്നു കേട്ടോ. ബ്ലൂ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. ബ്ലൂ ഇതിനകത്തൊക്കെ കളറൊക്കെ പിടിച്ചു പോയി. എല്ലാം വാഷ് ചെയ്തെടുക്കാം, എന്നിട്ട് നല്ലത് നോക്കിയിട്ട് എടുത്ത് വെക്കാം. ബാക്കിയൊക്കെ മാറ്റാം. ഇത്രയേ ഉള്ളൂ എന്നല്ല, ഇത്രയേ ഉണ്ട്. ഒരു കുന്നോളമായിരിക്കുന്നു. അല്ല, ഇവന് ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കുക കണ്ട. ഇത്രയും ഉണ്ട്. എല്ലാം കളയാതെ എടുത്ത് വെച്ചിരുന്നോണ്ട്. അമ്മാമ്മേ, പൊമ്മോളമ്മേ, ഈ അമ്മമ്മ വീഡിയോയുടെ ബാക്കിൽ വന്നിരുന്ന് സാരി കൊടുക്കുന്നു. ഞാൻ മലയാളത്തിൽ പറഞ്ഞ അമ്മമ്മ ഞാൻ വീഡിയോ എടുക്കുക വന്നു. പിന്നെ കട്ട് ചെയ്യണം. ഇവിടെ ഇന്നില്ലേ? ഇവനെയും കൂടെ ഒന്ന് അങ്ങോട്ട് നിർത്തുമ്പോ ഈ നിക്കർ ഇടാതെ വരുമ്പോ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുമല്ലോ. തോണ്ട് പൊമ്മളമ്മ തരും. ചെല്ല് നിന്നെ മീൻ മണക്കുന്നല്ല. മീൻ തിന്നോ? നിക്ക് ഇപ്പൊ വരാം. 1 മിനിറ്റ്. ഇതാ ഇത് തീർന്ന്. അപ്പൊ ഇത്രയും ഉണ്ട് കണ്ടോ. ഒന്നും അങ്ങനെ അഴുക്കൊന്നും ആയിട്ടില്ല. എല്ലാം നല്ല നീറ്റായിട്ടിരിക്കുകയാണ്. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കല്ല, ഇത് ഞാൻ എടുത്ത് വെച്ചിരുന്നോണ്ടിട്ട് പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ബേബി ഉണ്ടാവും എന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു കാശി ബേബിയുടെ ഒരു 5th മന്ത് തൊട്ടിട്ട് നെക്സ്റ്റ് ബേബിക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലൊക്കെ ആയിരുന്നു കേട്ടോ. സോ അതുകൊണ്ടിട്ട് എന്തായാലും ഇതൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് അറിയാം. അതുകൊണ്ടിട്ടാണ് അന്നേ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇൻ കേസ് അന്നേരം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ കൂടിയിട്ടും പിന്നെ വരുമ്പോഴായാലും ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാമായിരുന്നു. പിന്നെ കാശിൻ്റെ ഒരു മെമ്മറിയാണ്. ഈ ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഒരു 3 months തൊട്ടുള്ളതൊന്നും കയ്യിലില്ല കേട്ടോ. 3 months തൊട്ടിട്ടൊരു 6th മന്ത് വരെ ഉള്ളതൊന്നും ഇല്ല. അതൊക്കെ ഞാൻ ഒരു കുട്ടിക്ക്, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കുട്ടിയുണ്ട്. ആ കുട്ടീൻ്റെ അറിയാവുന്നൊരു കൊച്ചുണ്ട്. അവർക്ക് കുറച്ച് ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഒക്കെ ഉള്ളത്. അപ്പം അങ്ങനെ വാങ്ങിയിട്ടില്ല. ഞാൻ കാശിലെല്ലാം ഈ പറഞ്ഞ കണക്ക് എല്ലാം പുതിയത് കണക്ക് ഒരുപാട് യൂസ് ചെയ്തില്ലല്ലോ. 3 മാസം കഴിഞ്ഞ് 6 മാസം ആകുമ്പോഴത്തേന് കുറച്ചും കൂടെ വണ്ണം വെച്ച് പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടിട്ട് അങ്ങനെയുള്ളതൊക്കെ അങ്ങ് ആ കൊച്ചിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ആദ്യത്തെ ഒന്നും ഞാൻ ആർക്കും കൊടുത്തില്ല. എല്ലാം ആദ്യം കണക്കെടുത്ത് വെച്ച്. ഇതിനകത്തിന് കുഞ്ഞു ബേബിയും കൂടെ വന്നിട്ട് വേണം ഇവരുടെ, എനിക്ക് കാശീൻ്റെ മറ്റേ ഇതുണ്ടല്ലോ, പൊക്കിൾക്കൊടി മറ്റേ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കാർഡ്, അതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം അയ്യോ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, എവിടെയാണെന്തോ. അതെല്ലാം കൂടെ കൊടുത്തിട്ട് എനിക്ക് ഉടുപ്പൊക്കെ വെച്ചിട്ട് ഒരു ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലാനിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വാഷ് ചെയ്തിട്ട് തേച്ചിട്ട് വന്നിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്ന്. ഞാൻ അന്നേരം കാണിച്ചു തരാം.
അപ്പോൾ ശരി, വാഷ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജംസ്യൂട്ട് ടൈപ്പ് ലൈക്ക് ഇച്ചിരി കട്ടിയുള്ളതൊക്കെ ആദ്യമേ കട്ടിയില്ലാത്ത വാഷ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യാം. അതാകുമ്പോഴത്തേനും മെനക്കേട് കാണത്തില്ല. മാത്രമല്ല ഒരുപാടുണ്ട്, എല്ലാം കൂടെ ഒരുമിച്ച് കഴുകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടാസ്ക്കാണ്. അതാ. പിന്നെ ഞാൻ വേറൊരു പ്രൊഡക്റ്റ് കാണിച്ചു തരാമേ. ഇത് നമ്മുടെ ബെറ്റർ മാജിക് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രഷ് ചെയ്യൊടിക്കുകയൊന്നും വേണ്ട. ഒരു ബക്കറ്റിൽ വെള്ളത്തിനകത്താക്കിയതിന് ശേഷം അത് കുറച്ചിട്ടിട്ട് ഇതൊന്ന് മുക്കി വെക്കുക. പിന്നെ കൈ വെച്ച് തന്നെ ഇങ്ങനെ തിരുമ്മി എടുത്താൽ മാത്രം മതി, എളുപ്പമാണ്. കാശിയുടെ സമയത്ത് ഞാൻ മദർ സ്പർഷിൻ്റെ ആയിരുന്നു ഈ ഒരു ഐറ്റം വാങ്ങിയത്. ഇപ്രാവശ്യം എനിക്ക് അവർ കൊളാബിന് അയച്ചു തന്നാണ്. സോ എങ്ങനെയുണ്ട് എന്നെനിക്ക് അറിയത്തില്ല. നമുക്ക് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ റിസൾട്ട് പറയാം കേട്ടോ. കാശി കുഞ്ഞാ ബാ. ഈ ജെബ്ലാസും നാപ്പീസും അങ്ങനെയുള്ളത് മാത്രം ഇപ്പം ഞാൻ വാഷ് ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ മറ്റേത് വാഷ് ചെയ്യാം. ഇന്ന് എനിക്ക് ക്ഷീണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് വാഷ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ. കാര്യം ഒരുപാടുണ്ട്, എല്ലാം കൂടെ ഒരുമിച്ച് കഴുകി കഴിഞ്ഞാൽ ഞാൻ ക്ഷീണിച്ചു പോകും. ജെബ്ലാസും നാപ്പീസും ഒക്കെ ആകുമ്പോഴത്തേന് കട്ടി കുറവല്ലേ, അല്ലെങ്കിൽ ഒരുമിച്ച് ഞാൻ കഴുകല്ലേ, എളുപ്പമാണ്. ഒരുപാടധികമൊന്നും ഇല്ലല്ലോ, ഒന്നിച്ചങ്ങ് കഴുകാം. എനിക്കല്ലെങ്കിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ മൈൻഡ് മാറും. ഞാൻ ഇത് കുതിർത്ത് വെക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഷോർട്സ് കട്ട് ചെയ്തെടുക്കണതാ. കുളിക്കാനാ. അപ്പോൾ വാഷ് ചെയ്യാനിട്ട് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇട്ട് ഇനി ഒരു 20 മിനിറ്റ്സ് അത് വെച്ചേക്കണം. ആ സമയം കൊണ്ടിട്ട് കാശിനെ പോയി ഒന്ന് കുളിപ്പിച്ച് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഇത് സെറ്റാവും. അപ്പം പ്രത്യേകിച്ച് അങ്ങനെ അഴുക്ക് കാര്യങ്ങളില്ല എങ്കിലും ഇതേ കണ്ടോ കളറ് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഈ കളറ് പിടിച്ചൊക്കെ പോകാൻ ചാൻസ് കുറവാണ്. പിന്നെ പക്ഷേ മഞ്ഞളുണ്ട്. അതായത് കാശിനെ നാൽപ്പാമരാതി തൈലം തേച്ചിട്ടായിരുന്നു കുളിപ്പിക്കാറുണ്ടായിരുന്നത് കുഞ്ഞിലെ. എടാ അഴുക്കൊക്കെ നല്ല വൃത്തിയായിട്ട് ഇളകുന്നുണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ നല്ല ചേഞ്ചായി. അഴുക്കൊക്കെ നല്ല വൃത്തിയായിട്ട് ഇളകുന്നുണ്ട്. ഇപ്പൊ തന്നെ നല്ല ചേഞ്ച് ഉണ്ട്. കാശി ഡ്രസ്സ് ഇട്ടിട്ടില്ല, അതാണ് ഞാൻ വീഡിയോക്കകത്ത് അങ്ങനെ കാണിക്കാത്തത്. നല്ല രീതിയിൽ മാറുന്നുണ്ട്. ഇനി എന്തായാലും ഒരു ഹാഫ് ആൻ അവർ വെച്ചേക്കാം. 20 മിനിറ്റ്സാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കുറച്ച് നേരം വെച്ചിട്ട് വാഷ് ചെയ്ത് നോക്കാം. ഇത് സത്യത്തിൽ പ്രൊമോഷൻ അല്ല കേട്ടോ, ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാനുള്ളൂ എന്ന്. ഇത് ഈ കുഞ്ഞുടുപ്പിൻ്റെത് ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറങ്ങിയോ അയ്യോ കുളിപ്പിച്ചിട്ട്. അയ്യോ എൻ്റെ പൊന്നടാ. എന്താ അമ്മ? വെള്ളത്തിൽ കളിക്കാൻ അകത്ത് കൊണ്ടുപോവാ. ഇറങ്ങി പൊന്ന് 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 പൊന്ന്. അപ്പം ഞാൻ കുതിർത്ത് വെച്ചിട്ട് അരമണിക്കൂർ കൂടുതലായി കേട്ടോ. ഇതിൻ്റെ അകത്ത് സംഭവം ഇതിൻ്റെ അകത്തേ മഞ്ഞളും വേറെ എന്തൊക്കെയോ കറകൾ അത് പോകാൻ കുറച്ച് പാടുണ്ട്. അത് കുറച്ച് ഉരച്ച് കഴുകി നോക്കാം. സോപ്പൊന്നും ഇടേണ്ട കാര്യമില്ല ഈ സാധനം ഉണ്ടെങ്കിൽ. പക്ഷേ ഭയങ്കര കട്ടി. ഈ മഞ്ഞൾ മീൻസ് നമ്മുടെ നാൽപ്പാമരാതി തൈലുണ്ടല്ലോ, എനിക്ക് നാൽപ്പാമരാതി ഉപയോഗിക്കുമായിരുന്നു, കാശിക്ക് ഉപയോഗിക്കുമായിരുന്നു. സോ അതുകൊണ്ടിട്ട് വൈറ്റ് ഡ്രസ്സൊക്കെ ഒരുവിധമൊക്കെ മഞ്ഞളായി പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് മാത്രമേ ഇത്ര മാത്രം മഞ്ഞൾ പിടിച്ചത്. വേറൊന്നും അങ്ങനെ കുഴപ്പമൊന്നുമില്ല, പെർഫെക്റ്റ് ആയിട്ടിരിക്കുക. പിന്നെ ചെറിയ ചെറിയ അഴുക്കൊക്കെ ഉള്ളതെല്ലാം അങ്ങനെ അങ്ങ് പോയി. തേച്ചുടച്ച് കഴുകേണ്ട കാര്യമില്ല. ഇത് പോണില്ല. ഇങ്ങനെയുള്ളതൊക്കെ മാറ്റി വെക്കാം. കുറച്ച് പോയി, പക്ഷേ ഭയങ്കര കട്ടിക്ക് കറ പിടിച്ചിരിക്കുന്നു. ഇതൊക്കെ കഴുകി വെച്ചേക്കാം, സൂക്ഷിച്ച് വെച്ചേക്കാം. കാശിയൊക്കെ വലുതാകുമ്പോൾ കാണുമ്പോൾ ഒരു രസമായിരിക്കുമല്ലോ. പിന്നെ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്തൊന്നും ഇവിടെയൊക്കെ ചെറിയ അഴുക്കൊക്കെയാണ് പിടിച്ചിരിക്കുന്നത്. അത് ചുമ്മാ ഇങ്ങനെ പോണുണ്ട്. ഈ സംഭവം എളുപ്പപ്പണി കേട്ടോ. ജംസ്യൂട്ടൊക്കെ അങ്ങനെ അധികം വലിയ അഴുക്കൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. സാധനം കൊള്ളാം.
മറ്റേ നമ്മുടെ മദർ സ്പെഷ്യലിൻ്റെ സാധനം ഇതേ കണക്ക് തന്നെ. അതെനിക്ക് തോന്നുന്നു 700-800 എങ്ങാണ്ടാണ് ഒരു 6 ലിറ്ററിൻ്റെ ബോട്ടിൽ ആയിരുന്നു എന്ന് തോന്നുന്നു. കാശിയുടെ സമയത്ത് കാശി ചെറുതായിരുന്നപ്പോൾ വാങ്ങിയായിരുന്നു. പിന്നെ ഞാൻ ഒരു 1 year കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ സോപ്പിൽ തന്നെയാണ് കഴുകുന്നത്. അതുവരെയൊക്കെ കുതിർത്ത് വെച്ചിട്ട് കഴുകുമായിരുന്നു. ഞാൻ 3-4 ലിക്വിഡ്സ് ഇതേ കണക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു കാശിയുടെ സമയത്ത്. അപ്പം അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു, എന്തുവാ, പലതും നല്ലതായിരുന്നു, പലതും കൊള്ളില്ലായിരുന്നു. കാശി കരച്ചിൽ. വലിയ അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. എന്നാലും തേച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അഴുക്ക് പോകുന്നുണ്ട്. കൈ വെച്ച് കഴിയുമ്പോൾ അത്രയ്ക്ക് പാട്. ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് പോകുന്നുണ്ട്. ഇനി ഇത് ഉണക്കി ഒന്ന് തേച്ചെടുത്ത് കഴിഞ്ഞാൽ സുന്ദര കുട്ടപ്പന്മാരാവും. ഞാനിത് കഴുകി തേച്ചിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, പെട്ടെന്ന് അഴുക്കൊക്കെ പോകണം. നമ്മൾ സോപ്പിട്ട് കഴുകുമ്പോൾ എല്ലാം വെള്ളയാണ്. കാശിക്ക് ഒരുവിധം എല്ലാം വെള്ളയായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മളല്ലെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ പുതിയ ഇട്ടിട്ടേ ഇല്ല, എങ്കിലും വെച്ചിരുന്ന് അവിടെ ഇവിടെയൊക്കെ കറ പിടിച്ചിട്ടുണ്ടെന്നുള്ളൂ. ഒരു 3 തൊട്ടിട്ട് ന്യൂബോൺ തൊട്ടിട്ട് നമുക്കൊരു 6 മാസം വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഇതിനകത്ത് പലതും ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, കൊളാബ് കിട്ടിയിട്ടുള്ളതുണ്ട്, കുറേയൊക്കെ കാണാനുണ്ട്. കാശിയുടെ ബാസ്ക്കറ്റിനകത്ത് കുറച്ചിരിപ്പുണ്ട്. വേറൊരു കവറും കൂടി ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എവിടെ വെച്ചേക്കുന്നത് എനിക്ക് ഓർമ്മയില്ല. അതിൻ്റെ അകത്ത് ജംസ്യൂട്ടിൻ്റെയൊക്കെ ഒരുപാട് ഇഷ്ടം പോലെ ഉണ്ട്, കുറേ കളക്ഷൻസ് ഇരിപ്പുണ്ട്. പക്ഷെ എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല എവിടെയാണ് വെച്ചതെന്ന്. ഇതൊരു പേജിൽ അയച്ചല്ലായിരുന്നു, കാശിയുടെ പേരൊക്കെ വെച്ചിട്ട്. നല്ലതായിരുന്നു. ഞങ്ങളുടെ അമ്മ ഏതോ ഡ്രസ്സിൻ്റെ കൂടിയിട്ട് കഴുകിയപ്പോൾ കളർ വെച്ചാൽ കളർ പോകണം കേട്ടോ, കളർ പോകുന്നുണ്ട്. ഇതൊന്നും കുഞ്ഞ് ബേബിക്കിടാൻ പറ്റില്ലല്ലോ. ഇത് കാശിയുടെ പേര് വെച്ചല്ലേ, ഇടുന്നതിന് പ്രശ്നമൊന്നുമില്ല, എങ്കിലും കാശിയുടെ പേര് വെച്ചല്ലേ, സൂക്ഷിച്ച് വെച്ചേക്കാം ഇതൊക്കെ. നാപ്പീസ് എല്ലാം അതേ കണക്ക് ഇരിക്കുക, വൈറ്റ് കളറിൽ തന്നെ ഇരിക്കുകയാണ്. ഞാൻ കാശിക്ക് തുണി, വെള്ള തുണി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഉപയോഗിച്ചിട്ടേ ഇല്ല. എല്ലാം ഇത് ഞാൻ ഉപയോഗിച്ചല്ല, പിന്നെ ഞാൻ മുക്കിയപ്പോൾ അങ്ങ് മുക്കിയെന്നേ ഉള്ളൂ. വെള്ള തുണി കട്ട് ചെയ്തെടുത്തു, പക്ഷേ ഉപയോഗിച്ചില്ല. ഈ നാപ്പീസ് കുറേ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടിട്ട് യൂസ് ചെയ്തിട്ടേ ഇല്ല. എത്രയാ, ഒരു 2 വർഷത്തെ പഴക്കമുള്ള ഐറ്റംസാണ് ഇതൊക്കെ. ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി, കുറേയൊക്കെ ലിങ്ക് ഉണ്ട്. ഉള്ളത് ഞാൻ അയച്ചുതരാം, നാപ്പിയുടെയും ഈ കെട്ടുടുപ്പിൻ്റെയൊക്കെ. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഇത് തന്നെയാണ് സെയിം, ഈ സാധനം തന്നെയാണ് ഞാനിപ്പം നമ്മുടെ കുഞ്ഞു ബേബിക്ക് വേണ്ടിയിട്ടും ഓർഡർ കൊടുത്തിട്ടുള്ളത്. വരുമ്പോൾ ഞാൻ അത് കാണിക്കാം. ഇത് കഴുകി വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ചെറിയൊരു സ്റ്റാൻഡിൻ്റെ കബോർഡ് കണക്കൊരു സംഭവം ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എൻ്റെയും കാശിയുടെയും ഗോകുവിൻ്റെ സാധനങ്ങൾ വെക്കാൻ തന്നെ റൂമിൽ 2 കബോർഡ് തികയത്തില്ല. അപ്പോൾ പിന്നെ അടുത്താക്കും കൂടെ, അതുകൊണ്ടിട്ട് ഞാൻ ചെറിയൊരു കബോർഡല്ല, ചെറിയൊരു സ്റ്റാൻഡിൻ്റെ ഒരു സംഭവം, ഡ്രസ്സൊക്കെ വെക്കുന്ന ഒരു വാർഡ്രോബ് പോലെ
അതും കൂടെ വരണം. വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മടക്കി അതിനകത്ത് തന്നെ സേഫായിട്ട് സെക്യൂറായിട്ട് വെക്കാൻ പറ്റും. ഇനി കാശ് ഇങ്ങനെ എല്ലാം പിടിച്ച് വലിച്ചിടുന്നതുകൊണ്ടിട്ട് അവൻ എന്തെങ്കിലുമൊക്കെ പിടിച്ച് താത്തിടുന്നത് എങ്കിലേ ഉള്ളൂ. കുഞ്ഞുങ്ങളുടെ ഉടുപ്പിനകത്തൊന്നും അങ്ങനെ അഴുക്കൊന്നും വരത്തില്ലല്ലോ. പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഈ നാൽപ്പാമരവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് ഈ കളറ് പിടിക്കുന്നത്. പിന്നെ ഈ കളർ ഡ്രസ്സിൻ്റെ കൂടെ ഇട്ട് കഴിയുമ്പോൾ ആദ്യമൊക്കെ ഈ വൈറ്റ് മാത്രമായിരുന്നുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. കാശിയുടെ മൂന്നാം മാസം തൊട്ടിട്ടുള്ളതെല്ലാം ഒരുവിധം എല്ലാം കളർ ഇളകുന്ന ടൈപ്പായിരുന്നു. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമായിരുന്നു കേട്ടോ ഈ നാപ്പി. ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. കാര്യം ഇവർ ഒന്ന് പാൽ കുടിച്ച് കഴിയുമ്പോഴത്തേന് അടുത്ത യൂറിൻ പാസ് ചെയ്യലാണല്ലോ പരിപാടി. ഞാനൊന്ന് കളറ് പോകണേ, ഞങ്ങൾക്ക് കളറ് പിടിച്ചിരിപ്പുണ്ട്. തോനെ ഇട്ടിട്ട് എനിക്ക് വരയ്ക്കാനും വയ്യ, ബാക്ക് പെയിൻ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ലൈറ്റായിട്ട് ഉരച്ച് വീഴുക, അതായിരിക്കും എനിക്ക് സേഫ്. അയ്യോ, നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. ഞാൻ ഇതെല്ലാം വാഷ് ചെയ്തിട്ട് വരാം. എന്നിട്ട് ഞാനിത് തേച്ചിട്ട് ഉണക്കി തേച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ട് എന്ന്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാനത് ഉണക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞു ബേബിക്കുള്ള കുറേ സാധനങ്ങൾ അല്ലാണ്ട് ഉണ്ട് കേട്ടോ. ഇതെല്ലാം കാണാൻ പറ്റുന്നില്ലല്ലേ? ഇതൊക്കെ പുതിയ ഐറ്റംസാണ്. ഞാൻ അതെല്ലാം ഒതുക്കി പറക്കിയിട്ട് പിന്നെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ആദ്യം കാണിക്കുന്നത് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, അത് കാണിക്കാം. പിന്നെ പുതിയൊരു കബോർഡല്ല, ചെറിയൊരു സംഭവം ഞാൻ വാങ്ങി. എന്താ പറയുക, വാർഡ്രോബ്, അത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ വാഷ് ചെയ്തത് കാണിച്ചു തരാം. എല്ലാം നീറ്റാക്കി എടുത്തു കേട്ടോ. ഞാൻ ഈ ബാഗും കഴുകിയെടുത്തു. ഉപ്പുമുളമ്മ പറഞ്ഞു നല്ല ബാഗാണ്, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതും വാഷ് ചെയ്തെടുത്തിട്ട് അന്ന് തന്നെ ഞാൻ വാഷ് ചെയ്തെടുത്തു. ഞാൻ വാഷ് ചെയ്ത് വെച്ചിട്ട് 2-3 ദിവസം ഞാൻ ഈ വാർഡ്രോബ് വന്നതിന് ശേഷം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ എല്ലാം ഇങ്ങനെ ചുളിഞ്ഞിരിക്കുക. ഇനി ഇതെല്ലാം ഒന്ന് തേച്ചെടുക്കണം, അതേ ഉള്ളൂ വേണ്ടുന്ന പണി. നമ്മുടെ ഡ്രസ്സെല്ലാം നീറ്റായിട്ടുണ്ട്, എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ പേജ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ കമൻറ്റിൽ കൊടുക്കാം. നല്ല ലിക്വിഡാണ്, പക്ഷേ ഇതിലും ബെറ്റർ ലിക്വിഡ്സ് ഒക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഞാൻ പറഞ്ഞ കണക്ക് മറ്റേ നമ്മുടെ മദേഴ്സ് വാഷ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലതാണ്. ഇതെല്ലാം ഒരുവിധം എല്ലാം വൈറ്റാണ്. ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നാപ്പി അതിൻ്റെ വാർഡ്രോബിൻ്റെ അകത്ത് ഓരോ ഡ്രോയ്ക്കകത്തും ഓരോന്നായിട്ട് വയ്ക്കാനാണ് വിചാരിക്കുന്നത്. ഇതുപോലത്തെ നാപ്പീസൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇപ്പോൾ ഇത്ര 2 വർഷം ആവാറായി. 2 വർഷത്തിന് ശേഷം ഇതൊക്കെ പിന്നെ റീയൂസ് ചെയ്യാൻ പോവുകയാണ്. സോ സന്തോഷമാണോ സങ്കടമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കളയണ്ടല്ലോ, വേസ്റ്റ് ആക്കണ്ടല്ലോ, അന്നെന്തായാലും എടുത്തു വെച്ചത് നന്നായില്ലേ എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നല്ല പുതിയത് കണക്കിരിക്കുകയാണ്. എല്ലാം അത്യാവശ്യം വാഷ് ചെയ്യുമ്പോൾ എടുത്തപ്പോഴത്തേന് നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ പുതിയതും ഉണ്ട് കേട്ടോ. പുതിയതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. മീൻസ് അതൊന്നും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. അതൊക്കെ ഓപ്പൺ ചെയ്തിട്ട് വേറൊരിക്കൽ കാണിച്ചു തരാം. ഉറക്കം വരുന്നു. നാപ്പീസൊക്കെ തന്നെ കുറേ ഉണ്ട്. ഇതൊക്കെ തേച്ചെടുക്കണം. ആ ഒരു മെനക്കേടും കൂടെ ഒഴുകി. എനിക്കിപ്പോൾ നിൽക്കാനും ഇരിക്കാനും ഒക്കെ ഭയങ്കര മെനക്കേടാണ്. ഭയങ്കര ക്ഷീണം, പെട്ടെന്ന് അങ്ങ് അണച്ചു പോവുക. വയറും കൂടെ വലുതായി വരുന്നോണ്ടിട്ടേ നാളെ ഇനി ഇതെല്ലാം എടുത്തിട്ട് തേച്ച് വെക്കാമെന്ന് വിചാരിക്കുക. സംഭവം എല്ലാം നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് പുതിയ കണക്ക് ഇരിപ്പുണ്ട്. ഇനി ഇത് തേച്ചും കൂടെ എടുക്കുമ്പോഴത്തേന് സെറ്റാവും. നമ്മൾ കുഞ്ഞു ബേബിക്ക് വേണ്ടിയിട്ട് വേറെ വാങ്ങിയില്ല എന്നല്ല കേട്ടോ ഇത് കൊണ്ടിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. കുഞ്ഞു ബേബിക്കുള്ള സാധനങ്ങളെല്ലാം ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇത് യൂസ് ചെയ്യാമല്ലോ. നാപ്പീസൊക്കെ നമുക്ക് കൂടുതലും ഡയപ്പർ യൂസ് ചെയ്യാണ്ടിട്ട് കാശിൻ്റെ സമയത്ത് കൂടുതൽ ഡയപ്പറിനേക്കാൾ കൂടുതൽ നാപ്പീസായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പകലൊക്കെ നൈറ്റായിരുന്നു ഞാൻ ഡയപ്പർ വെച്ച് കൊടുക്കുന്നത്. അപ്പം അതുപോലെ പകലൊക്കെ എന്തായാലും മറ്റേ വെള്ള തുണി കെട്ടുന്ന പരിപാടി ഉണ്ടല്ലോ, അതെനിക്ക് അറിയത്തില്ല.
ഇതാകുമ്പോഴത്തേന് വലിയ മെനക്കേടില്ലാതെ കാര്യം നടക്കുകയും ചെയ്യും. അതാണ് ഞാൻ വിചാരിച്ചത് ഇതും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. പിന്നെ ഈ കുഞ്ഞുടുപ്പൊക്കെ വൈറ്റ് കളറിലുള്ള കുഞ്ഞുടുപ്പൊക്കെ എപ്പോഴും മാറി മാറിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ഭംഗിയായിരിക്കുമല്ലോ. ഇതൊക്കെ നന്നായിട്ട് തന്നെ ഇരിക്കുകയാണ്. എന്തിനാണ് വെറുതെ കളയുന്നത്? ഞാൻ അന്ന് പറഞ്ഞ കണക്ക് ഓരോന്നിങ്ങനെ ചെറുതായി പോകുമ്പോൾ എനിക്ക് വിഷമമായിരുന്നു. അയ്യോ ഇനിയിപ്പോൾ ഇടാൻ പറ്റത്തില്ലല്ലോ, ഇത്രയും നല്ല ഉടുപ്പുകളൊക്കെ ഇരിക്കുന്നല്ലോ എന്നൊക്കെ ഓർത്തുള്ള വിഷമമായിരുന്നു. ഇപ്പം അത് മാറി, ഇടാനായിട്ട് പുതിയ ആളായല്ലോ. പണ്ടുള്ളവർ പറയും എന്താ, ആദ്യത്തെ കുഞ്ഞിൻ്റെ ഉപയോഗിച്ച സാധനങ്ങളായിരിക്കും കൂടുതലും ഇളയ കുട്ടിക്ക് ഉപയോഗിക്കുന്നതെന്ന്. അങ്ങനെയൊന്നുമില്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ അതുകൊണ്ട് പിന്നെ നന്നായിട്ടിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ മിസ്സാക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് രണ്ടാമത്തെ കുഞ്ഞിന് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വെച്ചൊന്നും അല്ല കേട്ടോ. രണ്ടാമത്തെ ആൾ വന്നാലും ഞാൻ ഇതൊക്കെ കുഞ്ഞിൻ്റെ പുതിയ സാധനങ്ങളും എല്ലാം ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെക്കും. എനിക്കിത് എന്തോ നമ്മുടെ ലൈഫിൽ ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള ഐറ്റം ആണല്ലോ ഈ കുഞ്ഞുടുപ്പ്. ഫസ്റ്റ് ഉള്ള ഇടുന്ന ഡ്രസ്സുകൾ കാര്യങ്ങളും ഒക്കെ. സോ അങ്ങനെ എടുത്ത് വെക്കാമെന്ന് ഞാൻ വിചാരിച്ചെടുത്ത് വെച്ചത് സാധനങ്ങളാക്കിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതാണൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള ഒരുപാട് അമ്മമാർ കാണും, എനിക്കറിയാം. ഇവിടെ എൻ്റെ ചേട്ടത്തിയൊക്കെ ഇതാണെങ്കിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ജിത്തുമോൻ്റെ ഉടുപ്പുകളൊക്കെ. ഇപ്പോഴും കാണണം ചേച്ചിയുടെ കയ്യിൽ. ഇന്നത്തെ കുറേ പോയതൊക്കെ നാശമായതൊക്കെ എടുത്ത് പറയണം. ഇതിനകത്ത് കളർ പിടിച്ചിട്ടുള്ളതൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങ് മാറ്റാൻ വിചാരിക്കാം. പിന്നെ നല്ലതൊക്കെ ഞാൻ ഈ പറഞ്ഞ കണക്ക് വാഷ് ചെയ്തെടുത്തത് കുഞ്ഞിന് ഉപയോഗിക്കാം. നാപ്പീസ് തന്നെ ഇത്രയുണ്ട്. വാങ്ങിയത് ഇതിൽ കൂടുതലുണ്ട് കേട്ടോ. പുതിയതിൻ്റെയൊക്കെ ഞാൻ വേറൊരു ദിവസം വീഡിയോ ഇട്ടാൽ നമുക്കൊരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് ലൈക്ക് അങ്ങനെ ചെയ്യാം. കുറേ ഞാൻ പാക്ക് ചെയ്ത് ഓൾറെഡി ഞാൻ പെട്ടിക്കകത്ത് വെച്ചു. എപ്പോഴാണോ ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടിട്ട്. അപ്പം ശരി, ടാറ്റ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ.